ആരംഭത്തിൽ കഥാനായികയായ ഷെന്നിനെയാണ് കാണിക്കുന്നത്. അവളിപ്പോൾ അവളുടെ വീട്ടിലെത്തുമ്പോൾ കുടിച്ച് ബാക്കിയാക്കിയ കുപ്പിയൊക്കെ കാണുന്നു. അപ്പോൾ മുകളിൽ നിന്ന് എന്തോ സൗണ്ട് കേൾക്കുകയാണ്. ഒരു കാലിക്കുപ്പിയും എടുത്ത് മുകളിലെത്തിയതും അവളുടെ സ്റ്റെപ്പ് സിസ്റ്റർ ഓരോരുത്തരുമായി സ്പെൻഡ് ചെയ്യുന്നത് കാണുന്നു. നേരെ ചെന്ന് ആ കുപ്പിയച്ച് അവന്റെ തലയിലടിച്ചു. സ്റ്റെപ്പ് സിസ്റ്റർ, നീ എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചതും അവൾക്കൊരെണ്ണം പൊട്ടിച്ചു. അവരുടെ സൗണ്ട് കേട്ട് വന്ന പാരൻസ് ഷെങ്ങിനോട് ദേഷ്യപ്പെടുമ്പോൾ ഷെങ് പറയുന്നത്, ഇവൾക്ക് നാണമില്ലേ, ഇവൾക്ക് വേണ്ടി ഒരു തന്നെ ആലോചിച്ച് വെച്ചിട്ടിട്ട് അവൾ അവളുടെ കാമുകനുമായി ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ? അവൾ നാളെ ഒരു കുടുംബത്തിലേക്ക് ചെന്ന് കയറേണ്ടവളാണ്. എന്നാൽ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവർക്കാർക്കും ഒരു ഷോക്ക് പോലും ഉണ്ടാവുന്നില്ല. എന്തിന് ഒരു എളുപ്പം പോലും ഇല്ല. അച്ഛൻ പറയുന്നത്, അതിന് നാളെ നടക്കുന്ന കല്യാണത്തിന് നിന്റെ അനിയത്തിയല്ല മണവാട്ടി നീയാണെന്ന് കേൾക്കുമ്പോൾ അവളൊന്ന് ഷോക്കായി. ഉറപ്പിച്ചു വെച്ച ഫാമിലിയിലെ ഉറപ്പിച്ച പയ്യൻ നടക്കില്ല. അവൻ കോമ സ്റ്റേജിലാണ്. അവനെ കേട്ടാൻ ഇവൾക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഷെങ്ങിനെ അങ്ങോട്ട് വിടുന്നതെന്ന് പറയുന്നു. അപ്പോൾ അനിയത്തി, നീ തന്നെ അയാളെ വിവാഹം ചെയ്താൽ മതി. അവർ ഭയങ്കര റിച്ച് ഫാമിലിയാണ്. എന്നാൽ ഷെങ് ആ വിവാഹത്തിന് ഒട്ടും സമ്മതിക്കുന്നില്ല. അതിനാൽ അവളുടെ അച്ഛൻ അവളുടെ അമ്മയുടെ നെക്ലേസ് കാണിച്ച്, നിനക്ക് ഈ മാല വേണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞതുപോലെ നീ അവനെ വിവാഹം കഴിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത് നശിപ്പിക്കുമെന്ന് പറഞ്ഞ് അവളെ അച്ഛൻ ഒന്ന് ഭീഷണിപ്പെടുത്തി. അതിനാൽ അവൾ ആ വിവാഹത്തിന് സമ്മതിച്ചു. എന്നിട്ട് ആ മാല തിരികെ തരാനായി പറഞ്ഞപ്പോൾ, നീ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അവളെ ഹീറോയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള കാറെത്തി. അവളും അവരെ തട്ടിമാറ്റി വേഗം കാറിൽ കയറി. കാറിൽ കയറിയതും അവൾ കരയുന്ന സൗണ്ട് കേട്ട് ഗാർഡ്സ്, മോളെ നീ കരയൊന്നും വേണ്ട, അവർ നല്ല ഫാമിലിയാണ്, നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും എന്ന് പറഞ്ഞു തിരിയുമ്പോൾ സത്യത്തിൽ അവൾ കരയുകയൊന്നുമല്ല. അവൾക്ക് അവളുടെ അമ്മയുടെ മാല കിട്ടിയ സന്തോഷത്തിലാണ്. അവൾ ഇറങ്ങാൻ നേരത്തായിരുന്നു അച്ഛൻ്റെ പോക്കറ്റിൽ അമ്മയുടെ മാല കണ്ടത്. അതെടുക്കാനായിട്ടാണ് അവരെ തട്ടിമാറ്റി മുന്നിൽ നിന്നത്. അവൾക്കറിയാം ഈ മാല അച്ഛൻ തരാനേ പോകുന്നില്ലെന്നുള്ള കാര്യം. എന്നാൽ ഇവിടെ അവൾ പോയി മാല കയ്യിലുണ്ടല്ലോ എന്ന പ്രതീക്ഷയിൽ തപ്പി നോക്കുമ്പോഴാണ് മാല കാണുന്നില്ല. പിന്നീടാണ് അവർക്ക് മനസ്സിലായത് അവൾ തട്ടിയിടുന്നിടയിൽ ആ മാല ആയിട്ടാണ് പോയതെന്ന്. അങ്ങനെ ഷെങ് ഹീറോയുടെ വീട്ടിൽ എത്തുമ്പോൾ എല്ലാവരും അവളെ സ്വീകരിക്കാനായിട്ട് തന്നെ വെളിയിൽ നിൽക്കുന്നുണ്ടായി. കൊച്ചുമകനായ ഹീറോയെ വിവാഹം ചെയ്തതിന് അവന്റെ മുത്തശ്ശി അവൾക്കായിട്ട് കുറേയേറെ ഗോൾഡും പണമെല്ലാം സമ്മാനമായിട്ട് നൽകി. ശേഷം മുത്തശ്ശി അവളെ കൂട്ടി നേരെ ഹീറോയെ കാണിക്കാൻ റൂമിലെത്തി. ഹീറോ ആണെങ്കിൽ ഇപ്പോൾ കോമയിലാണ്. ഹീറോയെ സുഖപ്പെടുത്താനായി അവർ പലതും ചെയ്തു. എന്നിട്ടും ഇതുവരെ ഹീറോ എഴുന്നേറ്റില്ല. ഇനി നീ വേണം അവനെ നോക്കേണ്ടെന്ന് പറഞ്ഞ് മുത്തശ്ശി ആകെ വിഷമിച്ച് അവിടെ നിന്നിറങ്ങി. മുത്തശ്ശി പോയെന്ന് ഉറപ്പായപ്പോൾ, ഓഹോ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് അവൾ ഇട്ട ഗൗണൊക്കെ ഊരി ഹീറോയുടെ മേലിട്ടു. അതിനുമേൽ കിടന്ന് അപ്പാടാ ഇപ്പട ഫ്രീ ആയെന്ന് പറഞ്ഞു. ശേഷം ഭർത്താവിനെ കാണാൻ എങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞ് ഹീറോയെ നോക്കുമ്പോൾ ഹീറോയെ കാണാൻ അത്ര സുന്ദരനായതിനാൽ ഹീറോയ്ക്കൊപ്പം ചേർന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നു. ഷെങ് അവന്റെ അടുത്തുള്ളതിനാൽ ഇപ്പോൾ ഹീറോയുടെ കണ്ടീഷൻ കുറേശ്ശെ ഇംപ്രൂവ് ചെയ്യുന്നു. ശേഷം ഹീറോയുടെ ലിപ്സ് ഒക്കെ ഡല്ലായിരുന്നതിനാൽ അവരുടെ കയ്യിലുണ്ടായ ലിപ്സ്റ്റിക് വരെ ഇട്ട് കൊടുക്കുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഷെങ് ലിപ്സ്റ്റിക് കൊണ്ട് അവന്റെ ഫേസിൽ മൊത്തം വരയ്ക്കുന്നു. ശേഷം അവളുടെ കണ്ണ് നേരെ പോയത് അവിടെ ഉണ്ടായ ജ്വല്ലറികൾക്കാണ്. അപ്പോൾ ഹീറോ ഇവിടെ കണ്ണു തോർക്കുന്നു. അവൾ ജ്വല്ലറികളെല്ലാം ഓരോന്നായിട്ട് ഇട്ട് അവൾക്ക് കിട്ടിയ ഈ ലൈഫ് ആസ്വദിക്കുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞതും കോമയിലായിരുന്ന അവളുടെ ഭർത്താവ് കണ്ണു തുറന്നിരിക്കുന്നു. അത് കണ്ടതും പേടിച്ച് നിലവിളിച്ചു. അവളുടെ സൗണ്ട് കേട്ട് വന്ന മുത്തശ്ശി ഹീറോയെ കണ്ടത് കോമയിൽ കിടന്ന ഹീറോയെ കണ്ട് അവർക്ക് സന്തോഷമായി. എന്നാൽ അവന്റെ മുഖത്തുണ്ടായ ലിപ്സ്റ്റിക് കണ്ട് ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ, ഈ ലിപ്സ്റ്റിക് കാരണമാണ് ഇദ്ദേഹം കോമയിൽ എഴുന്നേറ്റത്, ഇതൊരു മാജിക് ലിപ്സ്റ്റിക് ആണെന്ന് പറയുന്നു. എന്നാൽ ഹീറോ അവൾ പറയുന്നത് മണ്ടത്തരമാണ്, ഒന്നും വിശ്വസിക്കരുതെന്ന് ഹീറോ പറയുമ്പോൾ, മുത്തശ്ശി നീ എന്തൊക്കെയാണ് പറയുന്നത്? എൻ്റെ കൊച്ചുമരുമകൾ വന്നത് കൊണ്ടാണ് നീ കോമയിൽ നിന്ന് എഴുന്നേറ്റത്. ഇവളാണ് നിന്റെ ഭാര്യ. എന്നാൽ ഹീറോയ്ക്ക് അവളെ ഒട്ടും പിടിച്ചിട്ടില്ല. അവളോട് ഇവിടുന്ന് പോകാനായി പറഞ്ഞു. അപ്പോഴേക്കും ഡോക്ടർ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, എല്ലാം നോർമലാണ്. മുത്തശ്ശി ഇവൾ ഈ വീട്ടിൽ കയറിയ പിന്നെയാണ് അവൻ എഴുന്നേറ്റത്. അവൾ ഈ വീടിന്റെ ഐശ്വര്യമാണെന്ന് പറയുമ്പോൾ, അവൾ വന്നില്ലെങ്കിലും ഞാൻ എഴുന്നേക്കും, അല്ലാതെ അവൾ വന്നത് കൊണ്ടുമല്ല. എന്തായാലും ഞാൻ ഇവളെ ഭാര്യയായിട്ട് സ്വീകരിക്കില്ല എന്ന് പറയുമ്പോൾ, അത് കേട്ടതും സാരമില്ല, ഞാനിവിടുന്ന് പൊക്കോളാം എന്ന് പറഞ്ഞ് അവൾ ഗോൾഡൊക്കെ ഇട്ടായിരിക്കും പോവുക. ഹീറോ ഇപ്പോഴും അവന്റെ എക്സിനെ കാത്തിരിക്കുകയാണ്. പക്ഷെ മുത്തശ്ശി വളരെ കഷ്ടപ്പെട്ടാണ് അവളെ തേടി ഹീറോയ്ക്ക് വിവാഹം ചെയ്തു കൊടുത്തത്. അവളെ ഇറക്കി വിട്ടതിൽ മുത്തശ്ശിക്ക് നല്ല സങ്കടമുണ്ട്. അവൾ വന്നത് കൊണ്ടാണ് ഇപ്പോൾ നീ കോമയിൽ നിന്ന് എഴുന്നേറ്റത് എന്ന് പറയുമ്പോൾ, ഇത് എന്ത് അന്ധവിശ്വാസമാണ് മുത്തശ്ശി? അവൾ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ എഴുന്നേക്കും.
ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഹീറോ എഴുന്നേറ്റത് പെട്ടെന്ന് തളർന്നു വീണു. ഉടനെ മുത്തശ്ശി ഗാർഡ്സിനോട് വേഗം ചെറുമകന്റെ ഭാര്യയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറയുകയാണ്. ശേഷം ഹീറോ കണ്ണു തുറക്കുമ്പോൾ അവന്റെ ബെഡിൽ ഷെങ്ങിനെ കാണുന്നു. അവളാണെങ്കിൽ ആപ്പിൾ കഴിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഹീറോ അവളെ കണ്ടപാടെ നീ എന്താ ഇവിടെ? അല്ല, ഇത് എന്റെ ബെഡല്ലേ, മര്യാദയ്ക്ക് ഇറങ്ങിക്കോ. മുത്തശ്ശി തന്നെ നിർബന്ധിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോഴാണ് ഹീറോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഹീറോ ഇത്ര നേരം താഴെയാണ് കിടന്നത്. അത് ചോദിക്കുമ്പോൾ അവൾ കിടക്കാൻ വന്നപ്പോൾ അവൾക്ക് കിടക്കാൻ തന്നെ സ്ഥലമില്ല. സോ അവനെ താഴെ കിടത്തിട്ടാണ് അവൾ ബെഡിൽ കയറി കിടന്നത്. അപ്പോൾ ഹീറോ എന്റെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ആ ക്യാഷ് അങ്ങ് തന്നേക്ക്, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ പോലീസിൽ കയറ്റുമെന്ന് പറയുമ്പോൾ ഷെങ്ങുടനെ അവനെ കട്ടിലിലിരുത്തി അപകടത്തിന് മുമ്പ് ഒരാളുമായി പ്രണയത്തിലാർന്നെന്ന് ഞാൻ കേട്ടു. നിങ്ങൾക്ക് അനുയോജ്യമായ ഒരാളെ കണ്ടെത്തുമ്പോൾ എന്നെ ഡിവോഴ്സ് ചെയ്താൽ പോരെ എന്ന് കേട്ടതും അവൾ പറയുന്നതിൽ ന്യായമുണ്ടെന്ന് വിചാരിച്ച് ഹീറോ വിവാഹ സമയത്ത് എല്ലാം എൻ്റെ വാക്ക് കേൾക്കണമെന്ന് പറയുന്നു. ശേഷം ഷെങ് അവിടെ വീട്ടിൽ വരുന്നു. അവിടെ ഇപ്പോൾ സ്റ്റെപ്പ് സിസ്റ്ററിന് ഒരു നല്ല പയ്യനുമായി വിവാഹം ഉറപ്പിക്കാനിരിക്കുകയാണ്. അവൾ വന്നത് തന്നെ വിവാഹം കഴിഞ്ഞാൽ അമ്മയുടെ പേരിലുള്ള എല്ലാം ട്രാൻസ്ഫർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ കേൾക്കുന്ന സ്റ്റെപ്പ് സിസ്റ്ററിന്റെ പയ്യൻ ഇവൾ എന്തൊക്കെയാണ് പറയുന്നേ? ഇപ്പോ ആ കമ്പനി നിങ്ങളുടെ അല്ലേ? അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ അവൾ കെട്ടിച്ചമയ്ക്കുന്നതാണ്. എന്നാൽ അവർ അവൾക്ക് കൊടുക്കാൻ തരാന്ന് സമ്മതിക്കുന്നില്ല. അതിനാൽ അവൾ പറയുന്നത് വേഗം അത് സമ്മതിച്ചോ, അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ വിൽപ്പത്തത്തിന് ചുമതലയുള്ള വക്കീൽ ഉടൻ തന്നെ ഇവിടെ എത്തും. ഇപ്പോൾ സാധനങ്ങൾ പാക്ക് ചെയ്ത് എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് പോയി. എന്നാൽ സ്റ്റെപ്പ് സിസ്റ്ററുടെ പയ്യൻ പറയുന്നത് നിങ്ങൾ എങ്ങോട്ടും പോകണ്ട എന്ന് പറഞ്ഞ് അവൻ നേരെ ഷെങ്ങിന്റെ റൂമിൽ കയറി അവളെ വിവാഹം കഴിക്കാനായി പ്രപ്പോസ് ചെയ്യുന്നു. അവൻ അവളുടെ സ്വത്ത് മോഹിച്ചിട്ടാണ് ഈ പ്രപ്പോസൽ എന്ന് അവൾക്ക് നല്ലോണം അറിയാവുന്നതുകൊണ്ട് തന്നെ വിവാഹ മോതിരം കാണിക്കുന്നു. പക്ഷേ അത് അവന് ഒരു പ്രശ്നമേ അല്ല. കോമയിൽ കിടക്കുന്ന ഭർത്താവല്ലേ നിന്റെ ഭർത്താവ്, നിനക്ക് കൂടെ കൂട്ടാൻ പറ്റുമോ? ഞാൻ തയ്യാറാണ്. അവളും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാത്തോണ്ട് തന്നെ അവൻ അവളുടെ കണ്ണിൽ സ്പ്രേ അടിച്ചിട്ട് നീ എൻ്റെ ഭർത്താവിന്റെ കൂടെ അല്ല, ഇന്നെന്റെ കൂടെയാണെന്ന് പറഞ്ഞ് അവളെ ഉപദ്രവിക്കുന്നു. ഇവിടെ ആ സ്റ്റെപ്പ് സിസ്റ്റർ അവനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ മുകളിൽ നിന്ന് ഷെങ്ങിന്റെ സൗണ്ട് കേട്ടു. അവളും പോകാനായി പോയതും അമ്മ തടഞ്ഞ് നീ എങ്ങോട്ടാണ് പോകുന്നത്? അല്ല, മുകളിൽ ശബ്ദം കേട്ടു. അവൻ എന്തായാലും നമുക്ക് ഉപകാരമുള്ളതാണ് ചെയ്യുന്നത്, അവൻ വരട്ടെ എന്ന് പറയുന്നു. ഇവിടെ അവൻ ഞാൻ പറഞ്ഞതിൽ സമ്മതിച്ചാൽ ഇപ്പോൾ നിന്നെ വിടാം എന്ന് പറഞ്ഞ് അവിടെ കഴുത്തിൽ മുറുകെ പിടിച്ച് നിൽക്കുമ്പോഴാണ് കറക്റ്റ് ടൈമിൽ ഹീറോ അവിടെ എത്തുന്നത്. അനിയത്തി ഇതൊക്കെ കണ്ട് ഷോക്കായി. എന്താണ് ഇവിടെ നടന്നെന്ന് ചോദിച്ചു. ഹീറോ ഉടനെ അവൻ്റെ കോട്ടൂരി അവൾക്ക് കൊടുത്തു. അപ്പോഴാണ് ആ പയ്യൻ അറിയുന്നത് അവനാണ് അവളുടെ ഭർത്താവ് എന്നുള്ളത്. നിങ്ങളാണ് ഗു, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇവളാണ് എന്നെ ബലമായി പിടിച്ചതെന്നൊക്കെ പറയുമ്പോൾ ഹീറോ അവനൊരടി കൊടുത്തു. അപ്പോഴേക്കും അവൾ എഴുന്നേറ്റ് അവർ പറയുന്നത് വിശ്വസിക്കരുത്, എല്ലാ തെളിവും ഞാൻ ഫോണിൽ റെക്കോർഡാക്കിയിട്ടുണ്ടെന്ന് ഹീറോയോട് പറഞ്ഞതും ഹീറോ അതെടുത്ത് നോക്കുന്നു. അവളുടെ അച്ഛനാണെങ്കിൽ സ്വത്തുക്കളെങ്ങും പോവാണ്ടിരിക്കാൻ ഹീറോയോട് എൻ്റെ മകൾ ചെയ്തത് തെറ്റാണ്. ഗു കുടുംബം ഒരു വലിയ കുടുംബമാണ്. കളങ്കപ്പെട്ട ഒരു മരുമകളെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ അധിക നാൾ ആയിട്ടില്ലല്ലോ വിവാഹം കഴിച്ചിട്ട്, വേണമെങ്കിൽ അവളെ അങ്ങ് ഡിവോഴ്സ് ചെയ്തേക്ക് എന്ന് അച്ഛൻ പറയുമ്പോൾ അത് കേട്ട് വന്ന ഷെങ് അതിന് ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്ന് എൻ്റെ ഭർത്താവിനെ തന്നെ ബോധ്യമായി. പിന്നെ എന്തിനാ ഡിവോഴ്സ്? ഒന്നും മിണ്ടാതിരിക്കുക, എല്ലാം ചെയ്തിട്ട് അവൻ പാവമായതുകൊണ്ട് നിന്നോടൊന്നും പറയുന്നില്ല. കുടുംബം നോക്കാൻ വേണ്ടിയാണ് നിന്നെ അങ്ങോട്ടേക്ക് വിവാഹം ചെയ്തത്. കുടുംബത്തെ തെരുവിലേക്ക് ആട്ടിയയക്കാനാണോ നീ ആഗ്രഹിക്കുന്നത്? അപ്പോൾ അവളുടെ അനിയത്തി ഹീറോയോട് അവളെ അന്ധമായിട്ട് വിശ്വസിക്കരുത്, അത് നിങ്ങളുടെ പ്രശസ്തിക്ക് തന്നെ ദോഷകരമാകുമെന്ന് പറയുമ്പോൾ ഇതെല്ലാം ഒരു നുണക്കഥയാണെന്ന് ഹീറോയ്ക്കും ഷെങ്ങിനറിയാം. അവൻ മിണ്ടാതിരിക്കുന്നത് കണ്ട് ഷെങ് അവനൊരു പിച്ച് കൊടുത്തിട്ട് ഹീറോ അവളെ ചേർത്ത് പിടിച്ചു. എത്ര ദിവസമായി അവളെ അറിഞ്ഞിട്ട് എന്നതല്ല പ്രശ്നമല്ല, എനിക്ക് അവളെ വിശ്വാസമാണ് എന്ന് പറയുമ്പോൾ അവിടേക്ക് പോലീസ് വരുന്നു. ഹീറോയ്ക്കും പോലീസിനെ വിളിച്ചത്. ഷെങ്ങിനെ ഉപദ്രവിച്ചതിന് തെളിവ് സഹിതം നൽകി അവനെ പോലീസിൽ ഏൽപ്പിക്കുകയാണ്. അന്ന് രാത്രി ഹീറോ കിടക്കാനായി റൂമിലെത്തുമ്പോൾ അവൾ ബെഡ് കിടക്കുന്നത് കാണുന്നു. ഉടൻ അവളോട് മാറാൻ പറയുമെങ്കിലും അവൾ മാറാത്തോണ്ട് തന്നെ അവർ രണ്ടുപേരും അടിപിടിയാവുകയാണ്. ഒരു ഘട്ടത്തിൽ അവൾ മാറിയുന്നില്ല എന്നറിയാവുന്ന ഹീറോ അവൾ കിസ് ചെയ്തതും ഉടൻ അവൾ ദേഷ്യം വന്ന് ഇറങ്ങിപ്പോയി. എന്നാൽ ഒരു മിനിറ്റ് പോലും അവൾ ഹീറോയെ കിടത്തി ഉറക്കില്ല. സോ അവളുടെ ശല്യം സഹിക്കാനാവാതെ ഹീറോ അവൻ്റെ ബെഡ് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ഷെങ്ങിൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഷെങ് കുടുംബം അവളുടെ വീടേ അല്ലാതെയായി. എന്തിന് ഉപജീവനത്തിന് ദിവസങ്ങളിൽ ഭക്ഷണമോ വസ്ത്രമോ ഇല്ല. നിന്റെ അച്ഛൻ എന്തുകൊണ്ടാണ് ഇതൊന്നും ശ്രദ്ധിക്കാത്തതെന്ന് ഹീറോ ചോദിക്കുമ്പോൾ വേറെ ഭാര്യയും മകളെ കിട്ടുമ്പോൾ എങ്ങനെ എന്നെ ഓർക്കാനാ? ഈ ലോകത്ത് ഇങ്ങനെ ഒരു അച്ഛൻ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല, അത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല എന്ന് ഷെങ് പറയുമ്പോൾ ഹീറോയ്ക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ചെറുതായിട്ട് സങ്കടമൊക്കെ അവളോട് തോന്നുന്നുണ്ട്. പിറ്റേ ദിവസം ഷെങ് അവളുടെ കമ്പനിയിലെത്തുമ്പോൾ അവളുടെ സ്റ്റെപ്പ് സിസ്റ്ററായിരിക്കും ഡയറക്ട് ബോർഡിൽ ഇരിക്കുന്നത്. എന്നിരുന്നാലും അവളെ ഈ മാസം അടിച്ചു പുറത്താക്കണം എന്ന് ഷെങ്ങിയെ വെല്ലുവിളിക്കുകയാണ്. ശേഷം അവൾ വാഷ്റൂമിലെത്തുമ്പോൾ ചില കൊളീഗ്സൊക്കെ ഷെങ്ങിനെ കുറിച്ച് കളിയാക്കുകയാണ്. ഡയറക്ടറെ വെല്ലുവിളിച്ച് ഒരു പുതിയ ജോലിക്കാരിയോട് വന്നിട്ടുണ്ട്, അവർ അവരുടെ ചേച്ചി എന്നാണ് പറയുന്നത്. വന്ന ഉടനെ മാഡത്തെ തന്നെ ശരി നിന്ന് പുറത്താക്കുമെന്ന് കേട്ടു. എന്നാൽ അവർക്ക് കൊടുക്കുന്ന പ്രൊജക്റ്റ് പോലും അവർ ചെയ്യോ എന്ന് പോലും അറിയില്ല.
അത്ര മുട്ടൻ പാനയല്ലേ മാഡം കൊടുത്തിരിക്കുന്നെന്ന് പറഞ്ഞതും ഇതെല്ലാം ഷെങ് കേട്ടു. അവരെ കൈയോടെ പൊക്കി നല്ലത് ഷെങ് കൊടുക്കുകയാണ്. പിറ്റേന്ന് ഹീറോയുടെ കമ്പനിയുടെ പുതിയ പ്രൊജക്റ്റ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഷെങ് പോകുമ്പോൾ സെപ്സിസ്റ്റർ സെറ്റായ പെണ്ണും അവരുടെ മാനേജർ ചേർന്ന് അവൾക്കൊരു മുട്ടൻ പണി കൊടുക്കാനായി അവളൊന്ന് തോണ്ടിയതേ ഉള്ളൂ. പെട്ടെന്ന് അവൾ മാനേജറിന്റെ കൈ തിരിച്ച് കളഞ്ഞു. ഇതെല്ലാം ഹീറോ കാണുകയും ഷെങ്ങിനെ തെറ്റിദ്ധരിച്ച് അവർക്കിടയിൽ എന്താണ് റിലേഷൻഷിപ്പ് എന്ന് കണ്ടെത്താനായി പറയുന്നു. ഇതെല്ലാം ആ ലേഡി വീഡിയോ എടുക്കുന്നുണ്ടായി. ശേഷം അവൾ ഓഫീസിലെത്തുമ്പോൾ അവരുടെ പ്രൊജക്റ്റ് സക്സസ് ആവാത്തോണ്ട് അവളെല്ലാവരും മറ്റാർക്കോ പ്രൊജക്റ്റ് കിട്ടാൻ ഹെൽപ്പ് ചെയ്തതാണെന്ന് വരുത്തി തീർക്കുന്നു. അതിനിടയിൽ ഇവൾ ആ മാനേജറുമായി റിലേഷൻഷിപ്പിലാണെന്ന് ഒരു ഹ്യൂമർ വരുത്തുന്നുണ്ട്. സോ അവിടെ സെപ്സിസ്റ്റർ കമ്പനി രഹസ്യങ്ങൾ ചോർത്തിയതിന് മനുഷ്യ തെളിവുകൾ ഭൗതിക തെളിവുകൾ ചേർത്ത് ഷെങ്ങിനെതിരെ പോലീസ് കേസ് കൊടുത്തിട്ടുണ്ടെന്ന് ഇപ്പോൾ പോലീസ് വരുമെന്ന് പറയുന്നു. അപ്പോഴേക്കും എക്കണോമിക് ക്രൈമിന്റെ പേരിൽ അവളെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരികയാണ്. എന്നാൽ വന്നത് പോലീസാണോ എന്നവൾക്ക് നല്ല ഡൗട്ട് കാണും. ഉടനെ അതിനിടയിൽ അവർ ഹീറോയെ വിളിച്ച് നടക്കുന്ന കാര്യമെല്ലാം കേൾപ്പിക്കുന്നു. സത്യത്തിൽ അവർ പോലീസൊന്നുമല്ല, ഗുണ്ടകളാണ്. അവർ അവളെ അടിച്ചു ബോധം കെടുത്തി ആരും വരാത്ത ഇടത്ത് കൊണ്ടുപോയി ഹീറോയ്ക്ക് കോൾ ചെയ്ത കാരണം അവിടെ നടന്നതെല്ലാം കേട്ട് അവളുടെ ലൊക്കേഷൻ നോക്കി ഹീറോ പുറപ്പെട്ടു കഴിഞ്ഞു. ആ ഗുണ്ടകൾ അവളെ ആരും വന്ന് ചെല്ലാത്ത ഒരിടത്തായിരിക്കും കൊണ്ടുവരിക. എന്നാൽ അവരുടെ കഷ്ടകാലത്തിനായിരിക്കും അവരെ തേടി വേറെ ഗുണ്ട വരുമ്പോൾ ഷെങ്ങിനെ കണ്ടാരണം അവരെ തള്ളി മാറ്റിയിട്ട് അവളെ ഉപദ്രവിക്കാനായി വരുന്നു. കറക്റ്റ് ടൈമിലായിരിക്കും ഹീറോ അവിടെ എത്തിയത്. ഹീറോയെ കാണുമ്പോൾ വന്ന മിക്ക ഗുണ്ടകളും പേടിച്ചോടി. ഹീറോ അവൾക്ക് കോട്ടയ്ക്കിട്ട് കൊടുക്കുമ്പോൾ അവളുടെ ബോധം പോയി. പിന്നീട് അവൾ കണ്ണു തുറക്കുമ്പോൾ ഹോസ്പിറ്റലായിരിക്കും. തൊട്ടടുത്ത് ഹീറോ ഉണ്ട്. അപ്പോൾ ഹീറോ അവളോട് പറയുന്നുണ്ട്, എങ്ങനെ ആണെങ്കിലും അവൾ നിന്റെ അനിയത്തിയല്ലേ, എന്തുകൊണ്ടാണ് അവൾ നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? കാരണം ഷെങ് അവളെയും അവളുടെ അമ്മയും വെറുത്തത് കൊണ്ടാണെന്ന് ഷെങ് പറയുകയാണ്. ശേഷം അവളെ ഉറക്കിക്കെടുത്തുമ്പോൾ ഹീറോയുടെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നു, എല്ലാം റെഡിയായെന്ന് പറഞ്ഞ്. സത്യത്തിൽ ഹീറോ അവളെ തട്ടിക്കൊണ്ടുപോയ ആൾക്കാരെ പിടികൂടിയിരിക്കുകയാണ്. കൂടാതെ ഷെങ്ങിൻ്റെ കമ്പനിയിലെ ആ ലേഡിയെ മാനേജറിനെ പിടികൂടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അവരോട് ആരാണ് തൻ്റെ ഭാര്യയെ ഉപദ്രവിക്കാൻ വിട്ടതെന്ന് ചോദിക്കുമ്പോൾ അവർ ആരും പേര് വെളിപ്പെടുത്തുന്നില്ല. അതിനാൽ അവരെ ഒരു തെളിവുമില്ലാതെ ഇല്ലാതാക്കാനായി പറഞ്ഞു. ഇവിടെ ഇവൾ എഴുന്നേൽക്കുമ്പോൾ അവളുടെ അച്ഛൻ വിളിക്കുന്നു, അതും സഹായത്തിനായി. ഹീറോ അവളുടെ സെപ്സിസ്റ്ററി കള്ളക്കേസിൽ അവളെ ജയിലിലാക്കി. അവളെ എങ്ങനെയെങ്കിലും പുറത്താക്കണം, സ്വത്തൊന്നും വേണ്ട എന്ന് പറയുമെങ്കിലും എന്ന് പറഞ്ഞായിരിക്കും വിളിക്കുക. ഇത് കേൾക്കുമ്പോൾ ഹീറോ ഒരു യാത്രയ്ക്കല്ലേ പോയത്, ഉടനെ അറസ്റ്റ് വരെ എത്തിയോ എന്ന് ചിന്തിക്കുമ്പോൾ ഹീറോ അവിടേക്ക് വരുന്നു. വന്നതും നീയാണോ അവരെ ജയിലിലാക്കി അടച്ചത്? അതിനിപ്പോൾ എന്താ? ഹീറോ ചോദിക്കുമ്പോൾ നീ ഒരു കോടീശ്വരനായതിൽ അതിശയിക്കാനില്ല, നീ ചെയ്തത് നല്ല കാര്യം. പക്ഷെ ഇപ്പോൾ എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ടെന്ന് ഷെങ് പറഞ്ഞതും ഹീറോ അവളെ കൂട്ടി നേരെ അടുക്കളയിൽ പോയി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണ്. പിന്നീട് അവളെ അവളുടെ അച്ഛനും സെപ്സ് മദറും കൂടി കാണാനായി വന്നിരിക്കുന്നു. അവളെ നേരിൽ കണ്ടതും അച്ഛൻ അവൾക്ക് ഒരടി കൊടുത്തിട്ട്, നിനക്ക് എങ്ങനെ തോന്നി നിന്റെ അനിയത്തെ ജയിലിൽ പറഞ്ഞു വിടാൻ? അപ്പോൾ ഷെങ് പറയുന്നത് അവൾ എന്നെ കൊല്ലാൻ വരെ ശ്രമിച്ചത് കൊണ്ടല്ലേ. അപ്പോൾ അമ്മ അച്ഛനെ സമാധാനപ്പെടുത്തി സൗമ്യമായ രീതിയിലായിരിക്കും സംസാരിക്കുക. എന്നാൽ അച്ഛൻ ഒരു വിധത്തിലും മര്യാദയ്ക്ക് സംസാരിക്കുന്നില്ല. അച്ഛൻ്റെ സൗണ്ട് കേട്ട് ഹീറോയുടെ മുത്തശ്ശി വരുന്നു. അച്ഛനുടനെ മുത്തശ്ശിയോട് ക്ഷമിക്കണം, ഈ നേരത്ത് വിവരമില്ലാത്ത ഒരാളെയാണല്ലോ ഞങ്ങൾ ഈ കുടുംബത്തിലേക്ക് അയച്ചെന്ന് പറയുമ്പോൾ മുത്തശ്ശി, നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ അഭിനയിക്കാൻ? നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയാം. എന്നിട്ട് ഷെങ്ങിനോട് ഈ വർഷങ്ങളിലെല്ലാം നീ നല്ലോണം കഷ്ടപ്പെട്ടു, കറുപ്പ് വെളുപ്പും എന്ന വേർതിരിവില്ല, നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാൻ പറയുമ്പോൾ സ്റ്റെപ്പ് മദർ അവളുടെ ഭാഗം പിടിക്കരുതെന്ന് പറയുമ്പോൾ ഇവിടെ എന്താ കൊതുകിൻ്റെ ശല്യം? എന്നിട്ട് ബട്ട്ലറിനോട് കൊതുകിൻ്റെ ബാറ്റ് വാങ്ങിച്ച് കയ്യിൽ വെച്ചു. കൊതുകെന്ന് പറഞ്ഞ് അവരെ അടിക്കാനായി പോയി. നേരത്തെ അച്ഛൻ അവൾ പറയുന്നതൊക്കെ നുണയാണെന്ന് തെളിയിക്കാൻ വേണ്ടി തെളിവ് വരെ ഉണ്ടെന്ന് പറഞ്ഞ് സെപ്സിസ്റ്ററിൻ്റെ കാമുകൻ ചെയ്ത പണി പാതി വീഡിയോ ആക്കി കാണിച്ചു. അപ്പോഴേക്കും ഹീറോ എത്തി. അവർ തെളിവുകൾ കെട്ടിച്ചമയ്ക്കുകയാണ്. മനഃപൂർവ്വം എൻ്റെ ഭാര്യയെ കള്ളക്കേസിൽ കുടുക്കി ഭീഷണിപ്പെടുത്തുകയാണ്. ആ വീഡിയോ മൊത്തം കെട്ടിച്ചമയ്ക്കുന്നതാണെന്ന് പറയുമ്പോൾ അവർക്കൊന്നും മിണ്ടാനേ പറ്റില്ല. സോ അവർ അവിടുന്ന് പോയി. അവളെ ഹീറോ ഇത്ര സപ്പോർട്ട് ചെയ്യുന്നൊക്കെ കണ്ട് അവളുടെ ഉള്ളിൽ അവനുള്ള സ്നേഹം കൂടിക്കൂടി വരികയാണ്. അത് തുറന്നടിച്ച് പറയുന്നു. ശേഷം ഷെങ് അമ്മ അവൾക്ക് വിട്ടു തന്നത് തിരികെ നൽകണമെന്ന് എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ കമ്പനി സ്വയം കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്ന് അവൾ ഭയപ്പെടുന്നുണ്ട്. അതിനാൽ കമ്പനിയെ എങ്ങനെ നടത്തിക്കൊണ്ടു പോകണമെന്ന് ഒരു ഐഡിയ കിട്ടാനായിട്ട് ആദ്യം ഹീറോയുടെ കമ്പനിയിൽ വരാനായി പറഞ്ഞു. അതാകുമ്പോൾ അവൾ സ്വന്തമായി കമ്പനി നടത്തുമ്പോൾ പേടിച്ചൊന്നും കാണില്ല എന്ന് പറഞ്ഞ് അവൾക്കൊരു കോൺഫിഡൻസ് കൊടുത്തു.
അങ്ങനെ അവൾ ഹീറോയുടെ ഓഫീസിൽ പോകും വഴി ഒരു വയസ്സായ അപ്പൂപ്പനെ ഒരു ലേഡി കാർ ഇടിച്ച് നിലത്തിട്ടു. അത് കണ്ടുവരുമ്പോൾ ആ ലേഡി ആ അപ്പൂപ്പനായിരിക്കും ചീത്ത പറയുക. നിങ്ങൾക്ക് കണ്ണു കണ്ടുടെ വണ്ടി വരുന്നത്, എന്തിനാണ് കാറിന് മുന്നിൽ വട്ടം നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഷെങ് ആ ലേഡി തിരിച്ചു നല്ലത് കൊടുക്കുന്നു. എന്നാൽ ആ ലേഡി കരുതും ആ അപ്പൂപ്പൻ ക്യാഷിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ബാഗിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്ത് എറിഞ്ഞവർ പോയി. ഷെങ്ങും അപ്പൂപ്പന് എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവളുടെ നമ്പർ കൊടുക്കുകയാണ്. പക്ഷേ ആ ലേഡിയുടെ ലുക്കും ഭാവം കാണുമ്പോൾ കമ്പനിയിലെ മറ്റ് ജോലിക്കാരികൾ ഇന്ന് സാറിൻ്റെ ഭാര്യ വരുന്നുണ്ടെന്ന് പറഞ്ഞ് കേട്ടതിനാൽ ആ ലേഡി ആയിരിക്കും ഭാര്യ എന്ന് കരുതി അവൾക്കൊപ്പമായിരിക്കും നിൽക്കുക. ഷെങ് ആരാണെന്ന് പോലും അറിയാതെ അവളെ പുച്ഛിച്ചുകൊണ്ടാണ് സ്വീകരിക്കുന്നത്. എന്നാൽ ഷെങ് ഇതെല്ലാം താൻ കേൾക്കേണ്ടി വരും, ഇതൊരു പാഠമായിരിക്കും എന്നുള്ള രീതിയിലായിരിക്കും എടുക്കുന്നത്. അന്ന് രാത്രി ഷെങ് ആ ലേഡി ചെയ്യേണ്ട വർക്കും കൂടിയായിരിക്കും അവളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നത്. സമയം വൈകിയതിനാൽ ഹീറോ അവളെ കൊണ്ടുപോകാനായി വന്നു. വർക്ക് ഒരുപാട് കാണുമ്പോൾ പാതിയും അവനും ഇരുന്ന് ചെയ്തു കൊടുത്തു. ശേഷം പോകാൻ നേരത്ത് ഹീറോ ആദ്യ ദിവസം വർക്കിന് കയറിയതിന് അവൾക്ക് സമ്മാനമായിട്ടൊരു മാല കൊടുത്തു. പിറ്റേന്ന് രാവിലെ അവൾ വാഷ്റൂമിൽ കൈ കഴുകാൻ നേരത്ത് അവളുടെ പുതിയ മാല കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ വാഷ്റൂമിലേക്ക് കയറാൻ വന്ന ആ ലേഡി അവളുടെ പുതിയ മാല കാണുകയുണ്ടായി. ഓഫീസിൽ വരുമ്പോൾ ആ ലേഡി അവളെ കുറ്റക്കാരിയാക്കാനായിട്ട് എൻ്റെ ഭർത്താവ് എനിക്ക് തന്ന നെക്ലേസ് കണ്ടെത്താൻ എന്നെ സഹായിക്കും, അത് കാണുന്നില്ല, ഞാൻ ബാഗിൽ വെച്ചതായിരുന്നു, അല്ല ഇന്നലെ അവസാനം പോയതാരായിരുന്നു എന്ന് ചോദിച്ച് ഓവറായിട്ട് ആക്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഷെങ്ങിനെയാണ് കൈവിരൽ ചൂണ്ടുന്നത്. അതിനാൽ ആ ലേഡി അവളെ മൊത്തത്തിൽ ഒന്ന് സെർച്ച് ചെയ്യാൻ പറയുമ്പോൾ ഷെങ് ഒട്ടും സമ്മതിച്ചില്ല. തനിക്ക് എന്തിന് നിന്റെ മാല എടുക്കണം എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ആ ലേഡി സമ്മതിച്ചില്ല. ആ ലേഡിയുടെ തെറ്റിദ്ധാരണ മാറട്ടെ എന്ന് കരുതി ഷെങ് അവളുടെ ബാഗ് കൊടുത്തു. ബാഗിൽ നിന്ന് ഹീറോ കൊടുത്ത മാല എടുത്തതും ഉടനെ ലേഡി ഇത് എൻ്റെ മാല എന്ന് പറഞ്ഞ് തട്ടി വാങ്ങി. അത് എൻ്റെ ഭർത്താവ് എനിക്ക് തന്ന മാലയല്ലേ? അപ്പോൾ ഷെങ് പറയുന്നുണ്ട് ഇത് എൻ്റെ ഭർത്താവ് തന്നതാ. നിന്റെ ഭർത്താവോ? ഇതിൻ്റെ വില എത്രയെന്ന് നിനക്കറിയാമോ എന്ന് പറഞ്ഞ് ഷെങ്ങിനെ പുച്ഛിക്കുമ്പോൾ ജോലിയൊന്നും ചെയ്യാത്തത് കണ്ട ഹീറോ എന്താണ് ഇവിടെ, നിങ്ങൾക്ക് ജോലിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ മാനേജർ വന്ന് സാറിൻ്റെ ഭാര്യയുടെ മാല അവൾ മോഷ്ടിച്ചെന്ന് പറഞ്ഞ് ഷെങ്ങിനെ ചൂണ്ടിക്കാട്ടി. അപ്പോൾ ഹീറോ ഞാൻ കൊടുത്ത മാല എന്തിന് അവൾ മോഷ്ടിക്കണം, നിങ്ങൾ എന്ത് വിഡ്ഢിത്തരമാണ് പറയുന്നത്, ആരാണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഇവൾ ആണെന്ന് പറഞ്ഞ് ആ ലേഡി ചൂണ്ടിക്കാട്ടി. അപ്പോഴാണ് അറിയുന്നത് അത് ഹീറോയുടെ ഭാര്യയല്ല. ശേഷം ഷെങ്ങാണ് ഹീറോയുടെ ഭാര്യ എന്ന് പറയുമ്പോൾ മാനേജറും മറ്റു ജോലിക്കാരികളും അയ്യടാ എന്നായിപ്പോയി. ശേഷം ഹീറോയും ഷെങ്ങും സംസാരിക്കുമ്പോൾ അവിടേക്ക് ഹീറോ കെട്ടിപ്പിടിച്ച് നമ്മളിനി ഒരിക്കലും പിരിയില്ല, അതും മറ്റാരും ആയിരിക്കില്ല, അവൻ്റെ മുൻ കാമുകിയായിരുന്നു. മുൻ കാമുകിയെ കണ്ടതും ഒരു സന്തോഷം പോലും ഹീറോയ്ക്കില്ല. 1 വർഷം മുന്നെയാണ് അവൾ എബ്രോഡിൽ പോയത്. ഇതൊക്കെ കണ്ട ഷെങ് അവിടുന്ന് പോകാൻ പോകുമ്പോൾ ഹീറോ അവളെ പിടിച്ചു നിർത്തി. അവളാണെങ്കിൽ സാർ എന്തിനാ എൻ്റെ കൈ പിടിക്കുന്നത്, ഞാൻ ആരോടും പറയില്ലെന്ന് പറഞ്ഞു പോയി. അപ്പോൾ കാമുകി ഹീറോയോട് ഡിന്നർ കഴിക്കാനായി ക്ഷണിക്കുകയാണ്. അങ്ങനെ അവർ പോകുന്നതൊക്കെ ഷെങ് കാണുന്നുണ്ടായി. അവൾക്ക് നല്ല വിഷമമുണ്ട്. എന്നിരുന്നാലും അവൾ അവളെ തന്നെ ശാന്തമാക്കി. ശേഷം ഓഫീസിലിരിക്കുമ്പോൾ അവർക്കിടയിൽ എന്തെങ്കിലും തെറ്റായി നടക്കുമോ എന്ന് പേടിച്ചു. പക്ഷെ ഹീറോ അങ്ങനെയുള്ള ആളല്ല എന്നറിയുമെങ്കിലും അവൾ വേഗം ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഇവിടെയാണെങ്കിൽ കാമുകി വന്നത് തന്നെ പണ്ടത്തെ ഹീറോയുമായിട്ടുള്ള ബന്ധം വീണ്ടും തുടരാനാണ്. ഹീറോ വിവാഹം കഴിഞ്ഞതാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശി നിർബന്ധിച്ചിട്ടല്ലേ, നീ അവളെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ലല്ലോ എന്ന് കാമുകി ചോദിക്കുമ്പോൾ ഹീറോ അവളെ സ്നേഹിക്കാൻ തുടങ്ങി. അവളെ വിട്ടു പോകില്ല, നീ നല്ലവളാണ്, നിനക്ക് നല്ലൊരാളെ കിട്ടുമെന്ന് പറയുമ്പോൾ അവളിപ്പോൾ വരാം എന്ന് പറഞ്ഞ് വാഷ്റൂമിലേക്ക് പോയി. അങ്ങനെ ഇറങ്ങുമ്പോഴാണ് അവൾ ഷെങ്ങിനെ കാണുന്നത്. ഉടനെ അകത്തേക്ക് കയറി എന്തോ എടുക്കാൻ മറന്നെന്ന് പറഞ്ഞ് ഷെങ്ങിനെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഹീറോയുടെ മേൽ വീണ് അവിടെ ലിപ്സ്റ്റിക്ക് തേച്ചു. ശേഷം ഷെങ് അകത്തേക്ക് കയറുമ്പോൾ അവൻ്റെ കോളറിൽ അവിടെ ലിപ്സ്റ്റിക്ക്, പക്ഷേ അവൾ അത്ര കാര്യമായിട്ട് എടുത്തില്ല. അപ്പോഴേക്കും കാമുകി വരുമ്പോൾ ഷെങ് അവളെ പിടിച്ചു നിർത്തിയിട്ട് നിങ്ങൾ എന്തെന്നാണ് ഇവിടെ കാണിച്ചത്, നീ എന്തെന്നാണ് പറയുന്നത്, ഞങ്ങൾ വെറുതെ സംസാരിച്ച് ഇരിക്കാനെന്ന് ഹീറോ പറയുമ്പോൾ പിന്നെ ഇങ്ങനെ അവളുടെ ലിപ്സ്റ്റിക്ക് നിന്റെ കോളറിൽ വന്നു. ഹീറോ നോക്കുമ്പോൾ അതോ അവളെന്തോ എടുക്കുന്നിടയിൽ വീണപ്പോൾ ആയതായിരിക്കും. കാമുകിയും അത് തന്നെ പറയുമ്പോൾ ഷെന്ന് അവളുടെ കഴുത്തിലെ പാട് കാണിച്ചു. അപ്പോൾ കാമുകി പറയുന്നത് ഞാൻ നീ വിചാരിക്കുന്ന ആളെയല്ല, എൻ്റെ വ്യക്തിത്വത്തെ അപമാനിക്കരുത് എന്ന് ഓവറായിട്ട് നടിക്കുമ്പോൾ അവൾ അറിഞ്ഞുകൊണ്ട് തന്നെ താഴെ വീണു. അത് കണ്ട ഹീറോ ആയിരിക്കും അവളെ എടുത്തുകൊണ്ട് പോവുക. ഷെങ് ഇതൊക്കെ കാണുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട്.
പിന്നീട് വീട്ടിലെത്തുമ്പോൾ ഹീറോയുടെ ദേഷ്യമെല്ലാം മാറ്റുകയാണ്. പിറ്റേന്ന് ഹീറോയ്ക്ക് ക്ലാസ് റൂണിയൻ പാർട്ടിയിൽ വിളിച്ചെന്നുള്ള ഇൻവിറ്റേഷൻ കാർഡ് ഷെങ്ങിനെ കാണിക്കുന്നു. വേണമെങ്കിൽ ഫാമിലിയെ കൂട്ടാം, എൻ്റെ ഭാര്യ എത്ര സുന്ദരി ക്യൂട്ടാണെന്ന് ആളുകളൊക്കെ കാണട്ടെ എന്ന് ഹീറോ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ആ റിയൂണിയൻ പാർട്ടിയിൽ പോവുകയാണ്. അവിടെ വെച്ച് ഹീറോ ഷെങ്ങിൻ്റെ ഭാര്യ ആണെന്ന് എല്ലാവർക്കും മുന്നിൽ പരിചയപ്പെടുത്തി കൊടുത്തു. അവിടെ ഹീറോയുടെ എക്സും കാണും. ഫ്രണ്ട്സ് എല്ലാവരും ഹീറോയുടെ വെഡ്ഡിങ് കഴിഞ്ഞത് അപ്പോഴാണെന്ന് അറിയുന്നത്. എന്താണ് ഞങ്ങളെ വിളിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയുന്നത് ഞാൻ പോലും അറിഞ്ഞില്ല, എൻ്റെ വിവാഹം എന്തായാലും ഗ്രാൻഡായിട്ട് നടത്തുന്നുണ്ട്, അപ്പോൾ എല്ലാവരെ വിളിക്കാമെന്ന് പറയുന്നു. ശേഷം ഷെങ് വാഷ്റൂമിലേക്ക് പോകുമ്പോൾ പിന്നാലെ മറ്റ് ക്ലാസ്മേറ്റ്സും കൂടി പോവുകയാണ്. ഇപ്പോൾ ഹീറോയും എക്സ് മാത്രമേ ഉള്ളൂ. ഹീറോയും പോകുമ്പോൾ എക്സ്, നീ എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ലെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. മറ്റൊരാളുമായി പ്രണയത്തിലാകാൻ നിനക്ക് കഴിയുമോ? ഞാനും അതും വിശ്വസിക്കില്ല. അപ്പോൾ ഹീറോ പറയുന്നത്, അവൾക്കൊപ്പമായിരിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസമാണ് തോന്നുന്നത്. എന്നിരുന്നാലും എനിക്ക് ശരിക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞ് എക്സ് ഹീറോയെ കെട്ടിപ്പിടിക്കുമ്പോൾ ഹീറോ അവളെ തള്ളിയിട്ട് വാതിൽ തുറന്നതും അവൻ്റെ ഫ്രണ്ടും ഡോക്ടർ കാണുകയാണ്. എക്സ് താഴെ കിടക്കുന്നത് കണ്ട് അവളെ വേഗം മേൽനപ്പിച്ചു. ശേഷം ഷെങ്ങിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവളെല്ലാം കഴിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഹീറോ അവളെ കെട്ടിപ്പിടിച്ച് അവൾക്ക് മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അവർ പോയി. പിറ്റേ ദിവസം രാവിലെ എക്സ് ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം ഹീറോയ്ക്ക് കോൾ വരികയാണ്. എന്നിട്ട് ഹീറോയോട് അങ്ങനെയൊക്കെ പെരുമാറിയതിനൊക്കെ ക്ഷമ ചോദിച്ചു. അപ്പോൾ ഷെങ് അവളോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറയുകയാണ്. ഷെങ്, നിനക്ക് എന്താണ് വേണ്ടത്? നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണ്ട. ഹോസ്പിറ്റൽ വിട്ടാൽ ഞാൻ ഉടനെ പോകും. ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഇവിടെ ഹീറോയോട് ഡോക്ടർ പറയുന്നത്, അവൾക്ക് ഇപ്പോൾ നീയാണ് വേണ്ടത്. ഇപ്പോൾ എന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ട്. അവളെ വേണ്ടെന്ന് വെച്ചിട്ട് പോകാൻ പറ്റില്ല. നീ അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ തന്നെ അവളെ പരിപാലിച്ചോ. അപ്പോൾ അവൾ ലോകത്തിലെ ഏറ്റവും സന്തോഷവതിയായി മാറുമെന്ന് പറയുമ്പോൾ ഡോക്ടർ നേരെ റൂമിലെത്തി അവളെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാം ഹാപ്പി ആയിട്ട് നടത്തിയിട്ട് അവളും ഹീറോയും കാറിൽ പോകുമ്പോൾ ഷെങ് ഹീറോയെ തന്നെയായിരിക്കും നോക്കുക. അത് കണ്ട ഹീറോ എന്തിനാണ് ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല, ചിലപ്പോഴൊക്കെ എൻ്റെ ഭർത്താവ് ഭയങ്കര ഹാൻഡ്സമായിട്ടാണ് തോന്നുന്നത് പറഞ്ഞതും അവൾക്കൊരു കോള് വരുന്നു. അവളുടെ അമ്മയുടെ പേരുള്ള കമ്പനിയും അതുപോലെ അമ്മയുടെ വീടുമെല്ലാം നിയമ നടപടികളിലൂടെ ട്രാൻസ്ഫറായി പൂർത്തിയായി കഴിഞ്ഞു എന്ന് പറഞ്ഞ് വക്കീലായിരിക്കും വിളിച്ചത്. അത് കേൾക്കുന്ന ഹീറോ, അത് കൊള്ളാലോ, എന്നാൽ പിന്നെ കമ്പനിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവർ നേരെ കമ്പനിയിലേക്ക് പോകുന്നു. ഇതോടെ ഈ ഡ്രാമ കഴിയുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.